ശ്രുതി കൂട്ടി പാടി ദൂരരാക്കിലെ കൂട്ടം തുടി താളം കൊട്ടി കുഞ്ഞു കുഞ്ഞാറ്റകൾ ചൂളമടിച്ചു കറങ്ങി നടക്കും ചോല കുയിലിനു കല്യാണം. നന്നായിട്ട് പാടി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം പാട്ട് മാത്രമല്ല, മ്യൂസിക് വിത്ത് ഡാൻസ് ആയിരുന്നു ഗോപിക കാണിച്ചത്. നന്നായിരുന്നു. ചേട്ടനോടും ചേച്ചിമാരോട് ചോദിക്കാം. അമ്മു, ഗോപിക കുട്ടി വളരെ നന്നായിട്ട് പാടി. നമ്മൾ 3 പേര് ഒരുപാട് എൻജോയ് ചെയ്തു. എനിക്ക് തോന്നുന്നു നല്ല എൻജോയ് ചെയ്ത് പാടി അല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വാസ് നൈസ്. കൂടുതലൊന്നും പറയാമല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബാക്കി ചേച്ചിക്കും ചേട്ടനും എന്താ പറയാനുള്ളത് നോക്കാം. കേട്ടാ, എനിക്ക് ഡ്രസ്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പാട്ടിനോട് ചേർന്നിട്ടുള്ള കറക്റ്റ് കോമ്പിനേഷൻ, ആ കുഞ്ഞു കുഞ്ഞു മൂവ്മെന്റ്സ് ഒക്കെ നല്ലതായിരുന്നു. ഭയങ്കര ഒരു ഗോപികൻ ഇതുവരെ കാണാത്തൊരു സംഭവമാണ് ഡാൻസ് ഒക്കെ ചെയ്ത്. അത് നല്ലായിരുന്നു. നന്നായി ഡാൻസ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ ഇട്ട്, ഭയങ്കര ഓവർ ആക്കാത്ത രീതിയിൽ നല്ലവണ്ണം സ്റ്റെപ്സ് ഒക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് പാടി. കേൾക്കാൻ ഭയങ്കര രസമുള്ള പാട്ടാണെങ്കിലും പാടാൻ ഭയങ്കര പാടുള്ളൊരു പാട്ടാണ്. അത് അധികം മറ്റേ എന്താ പറയുക, ലെവലൊന്നും പോവാതെ ഭയങ്കര താളത്തിൽ തന്നെ പാടി, നല്ല ഭംഗിയായിട്ട് പാടി. പിന്നെ എനിക്ക് ആ തലയിൽ വെച്ചിരിക്കുന്ന ക്യാപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഷൈനിങ് ആയിട്ടുള്ള ക്യാപ്പ്. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിന് നമ്മളെ എന്താ പറയുക, സൗഭാഗ്യക്ക് കുറച്ചുകൂടെ പാട്ടും ഡാൻസും ഒക്കെ കുറച്ചുകൂടെ അടുത്തറിയുന്ന ആളായിട്ട് സൗഭാഗ്യ കുറച്ചുകൂടെ പറയാൻ പറ്റും. സൗഭാഗ്യം, ഗോപിക കുട്ടി നല്ല ഇഷ്ടപ്പെട്ടു, നന്നായി പാടി, നല്ല എൻജോയ് ചെയ്ത്. അമ്മു പറഞ്ഞ പോലെ നല്ല എൻജോയ് ചെയ്ത് പാടി. ഞങ്ങളും അത് കേട്ട് എൻജോയ് ചെയ്തു കുറെ. ആൻഡ് ഇടയ്ക്ക് ഉപയോഗിച്ച സ്റ്റെപ്സ് ഒക്കെ നല്ലതായിരുന്നു. അത് അമ്മു പറഞ്ഞ പോലെ ഇതുവരെ കണ്ടിട്ടില്ല, ഗോപിക അങ്ങനെ പെർഫോം ചെയ്ത് കണ്ടില്ല. പക്ഷേ ഈ സോങ്ങിൽ അതൊക്കെ കൊണ്ടുവന്നതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. ആൻഡ് അത് കണ്ടപ്പോൾ എനിക്ക് പറയാനുണ്ടായ ഒരു സജഷനാണ് മോളെ. അപ്പോൾ നെക്സ്റ്റ് പെർഫോമൻസ് ഇപ്പോൾ ഇത്രയും കാണിച്ചല്ലോ, അത് ഓരോരോ ലെവൽ ഇനി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാണല്ലോ ഗോപിക. സോ നെക്സ്റ്റ് പെർഫോമൻസിൽ ട്രൈ യൂസിങ് ദ സ്റ്റേജ്. അപ്പോൾ നമുക്ക് നിർബന്ധമില്ലല്ലോ സിംഗർ നടുക്ക് തന്നെ സ്റ്റാറ്റിക് ആയിട്ട് നിന്ന് പാടണം എന്ന്. ദർ ഇസ് നോ റൂൾ. ഇപ്പോൾ മോൾക്ക് ഈ ഒരു പ്ലേസ്
തന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ഫോർ യുവർ ഫ്രീഡം. എങ്ങനെ വേണമെങ്കിലും അത് യൂസ് ചെയ്യാൻ പറ്റും. യു ക്യാൻ വാക്ക് അറൗണ്ട്, സ്റ്റെപ്പ് എടുക്കുമ്പോൾ അവിടെ തന്നെ എടുക്കണമെന്നില്ല. യു ക്യാൻ ഗോ ദെയർ, ഇൻട്രാക്ട് വിത്ത് ദി ഓഡിയൻസ്. ആൻഡ് അത് കാരണം ഫാസ്റ്റ് നമ്പറിൽ നമ്മൾ പറ്റുള്ളൂ. മെലഡിയിലൊന്നും നമുക്ക് അങ്ങനെ പോയി ഇൻട്രാക്ട് ചെയ്ത് പാടാനൊന്നും പറ്റില്ല. സോ ഫാസ്റ്റ് സോങ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി ദർ ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇൻറ്ററാക്ട് വിത്ത് ദി ഓഡിയൻസ് ആൻഡ് ഇവിടെ ഇരിക്കുന്നവരായിട്ട് മോൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. സോ അവിടെ പോയി 2-3 സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ചെയ്യുക, അവരെ കൊണ്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. സോ അതൊരു യു ആർ ഡ്രൈവിംഗ് ദിസ് ഷോ അല്ലേ. ഈ സോങ് പാടുമ്പോൾ യു ആർ ഗോയിങ് ടു എൻ്റർടൈൻ ദ പീപ്പിൾ ഹു ആർ ലിസണിങ് ടു യുവർ സോങ്. അപ്പം മോളുടെ അങ്ങോട്ട് പോയി അവരെ കൂടി ആ ഒരു സോങ്ങിൻ്റെ ആ മൂഡിലേക്ക് കൊണ്ടുവരുത്തിക്കാൻ മോൾക്ക് പറ്റും. ബിക്കോസ് ഇന്ന് നല്ലതായിരുന്നു, ഇന്ന് പെർഫോമൻസ് നല്ലതായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ഒരു ഇന്ററാക്ഷൻ വരുമ്പോൾ പാട്ട് കയ്യിൽ നിന്ന് പോകരുത്. അത് പോവില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് അതിനുള്ള ടാലൻ്റ് ഉണ്ട്. ബിക്കോസ് ഈ സ്റ്റെപ്പ് ചെയ്തിട്ട് യൂഷ്വലി ഡാൻസേഴ്സ് ടാക്റ്റിക്കായിട്ട് നിൽക്കുന്നത് ദേ ആർ സേവിങ് ഓൾ ദിയർ എനർജി ഫോർ ദ സോങ് അല്ലേ. കഥപ്പ് വന്ന് പോയാൽ പിന്നെ ബ്രെത്ത് പോവോ എന്നുള്ള ഒരു പേടി കാരണമാണ് യൂഷ്വലി സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്നത്, സേവിങ് ഓൾ ദ എനർജി. പക്ഷേ മോള് ഇടയ്ക്ക് മൂവ് ചെയ്തിട്ട് അഗെയിൻ ആ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്തില്ല പാടിയപ്പം, ബ്രെത്ത് പോകുന്ന പോലെ ഒന്നും ഫീൽ ചെയ്തില്ല. സോ ഐ തോട്ട് അതും പറ്റുമെന്ന് തോന്നുന്നു. ചാടി കയറി പെർഫോം ചെയ്യണമെന്നില്ല, ട്രൈ ഇറ്റ്, വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി നല്ലോണം എടുത്തിട്ട് ആർ യു ഏബിൾ ടു സിങ് ദ സോങ്, അത് ആദ്യം ട്രൈ ചെയ്ത് നോക്കൂ. ആൻഡ് അത് സക്സസ് ആവുന്നെങ്കിൽ മാത്രം അപ്ലൈ ഇറ്റ്, അല്ലാതെ ഫോർ ദ സേക്ക് നമ്മൾ പറഞ്ഞതിന് വേണ്ടിയിട്ട് ചെയ്യണ്ട. ഇഫ് യു ആർ 100% കംഫർട്ടബിൾ വിത്ത് ഇറ്റ്, പാടിക്കോളൂ. എങ്ങനെയാണ് ഈ സോങ് പാടിയപ്പോൾ വോയിസ് ട്രെയിൻഡ് ആയിട്ട് തോന്നിയോ അത് റിലാക്സ്ഡ് ആയിട്ട് പാടിയോ? റിലാക്സ് ആയിട്ട് പാടി, വെരി ഗുഡ്. കാരണം എനിക്ക് തോന്നുന്നു ഹൈ പിച്ചിൽ ഒരു ഫാസ്റ്റ് നമ്പറൊക്കെ പാടി എടുക്കുന്ന സ്ട്രെയിൻ ആണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു. അത് റിലാക്സ് ചെയ്ത് പാടി എന്ന് പറഞ്ഞാൽ ദെൻ യു ആർ ബ്രില്യൻറ്റ്. അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റും തന്നെ തോന്നുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, നല്ല കമൻസ് ആണ് ചേട്ടൻ്റെയും ചേച്ചിമാരുടെ അടുത്ത് നിന്ന് കിട്ടിയത്. അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്തു, ഞാനും എൻജോയ് ചെയ്തു. അപ്പോൾ ഇനിയുള്ള പെർഫോമൻസസും ഇതുപോലെ എൻജോയബിൾ ആക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.